നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ശ്ലോകം 30. അപി ചേത്സു ദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യസ് സമ്യക് വ്യവസിതോ ഹി സഹ. ഏറ്റവും വലിയ ദുരാചാരിയാണെങ്കിൽ പോലും അനന്യചിത്തനായി എന്നെ ഭജിക്കുന്നവനെ സാധുവായി ഗണിക്കണം. എന്തെന്നാൽ അയാൾ ശരിയായ വഴിയിലൂടെ തന്നെയാണ് ചരിക്കുന്നത്. ഒരാൾ അത്യന്തം ദുരാചാരിയായാലും അവൻ അനന്യഭക്തിയോടെ എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവനെ സത്യസന്ധനായ സാധുവായി തന്നെയാണ് കാണേണ്ടത്. കാരണം അവൻ്റെ തീരുമാനം ശരിയായ വഴിയിലേക്കാണ് ഉറച്ചു പോയിരിക്കുന്നത്. ഈ ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അതിയായ കരുണയും ഭക്തിയുടെ മഹത്വവും വ്യക്തമാക്കുന്നതാണ്. മനുഷ്യൻ കഴിഞ്ഞ കാലത്ത് എത്ര തെറ്റുകൾ ചെയ്തവനായാലും ആത്മാർത്ഥമായ ഭക്തിയോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അവൻ്റെ ജീവിതം മാറിത്തുടങ്ങും. ഇവിടെ സദുരാചാരൻ എന്ന് പറയുന്നത് വലിയ തെറ്റുകൾ ചെയ്ത ഒരാളെയാണ്. എന്നാൽ അവൻ പൂർണ്ണമായും ദൈവഭക്തിയിൽ ലയിച്ച് മറ്റൊന്നും ആശ്രയിക്കാതെ ഭഗവാനെ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിൽ വലിയ ആത്മീയ മാറ്റം ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഭഗവാൻ പറയുന്നു. സാധുരേവ സമന്തവ്യ. അവനെ സാധുവായി തന്നെ കാണണം. കാരണം ഭക്തി മനുഷ്യനെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. പഴയ പാപങ്ങളെക്കാൾ പ്രധാനമാണ് ഇപ്പോഴുള്ള ആത്മാർത്ഥമായ മനസ്സും ദൈവസ്മരണയും. സമ്യക് വ്യവസിതോ ഹി സഹ. അവൻ്റെ തീരുമാനം ശരിയായ ദിശയിലേക്കാണ്. അതായത് ദൈവത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം തന്നെ അവൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഭഗവാന്റെ സന്നിധിയിൽ ഒരാളുടെയും പഴയ പാപങ്ങൾ ശാശ്വതമല്ല. സത്യമായ ഭക്തി ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തിയാണ്. ദൈവത്തിലേക്കുള്ള ഒരു സത്യസന്ധമായ ചുവടുവയ്പ് പോലും മനുഷ്യനെ സാധുവാക്കാം. നന്ദി.